ഉപരോധം അവസാനിച്ചുവെന്ന് നടിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുകമറ സൃഷ്ടിക്കുകയാണെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്. മാസങ്ങളോളം നീണ്ടുനിന്ന വ്യോമാക്രമണത്തിന് ശേഷം ഗാസയിലേക്ക് അപര്യാപ്തമായ അളവിൽ സഹായം അനുവദിക്കാനുള്ള ഇസ്രയേലി അധികൃതരുടെ തീരുമാനം ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നുവെന്ന ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം മാത്രമാണെന്ന് സംഘടനാ വക്താവ് പാസ്കൽ കോയിസാഡ് ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ ഇസ്രയേൽ അനുവദിക്കുന്ന സഹായങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് പര്യാപ്തമല്ല. അവർക്ക് കഷ്ടിച്ച് അതിജീവിക്കാൻ മാത്രമുള്ള സഹായങ്ങളെ ലഭിക്കുന്നുള്ളൂവെന്നും കോയിസാഡ് കൂട്ടിച്ചേർത്തു. 11 ആഴ്ചത്തെ ഉപരോധത്തിന് ശേഷം 93 സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിച്ചതായാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. ട്രക്കുകളിൽ ഭൂരിഭാഗത്തിനും കരീം അബു സലീം ഇടനാഴിയുടെ പലസ്തീൻ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഗാസയിൽ സഹായ വിതരണം വ്യവസ്ഥാപിതമായി തടസ്സപ്പെടുത്തുന്നതിന്റെ മറ്റൊരു സൂചനയായിരിക്കാം ഇതെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടിയന്തര സഹായം എത്തിയില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ വിഭാഗം തലവൻ ടോം ഫ്ലെച്ചർ മുന്നറിയിപ്പ് നൽകുകയുമുണ്ടായി. ഗാസയിലേക്ക് വളരെ തുച്ഛമായ അളവിൽ മാത്രമാണ് മാനുഷിക സഹായം അനുവദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഇസ്രയേൽ തടഞ്ഞുവെച്ച മാനുഷിക സഹായങ്ങൾ അതിർത്തി കടത്തിവിടാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിതനാക്കിയെന്നും ടോം ഫ്ലെച്ചർ വ്യക്തമാക്കി. അതേസമയം ഗാസയ്ക്ക് പുറത്തേക്ക് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിൽ നിന്ന് മുക്തമായ ഒരു മേഖല സൃഷ്ടിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നുവെന്നും പലായനം ചെയ്ത പലസ്തീനികളെ അവിടെ നിന്നും പുനരധിവസിപ്പിക്കുമെന്നും സഹായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലെന്നും ഹമാസ് ബന്ദികളെ മോചിപ്പിച്ച് ഗാസയുടെ നിയന്ത്രണം വിട്ടുകൊടുത്താൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന നിലപാടും നെതന്യാഹു ആവർത്തിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയായി ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നതും ട്രംപിന്റെ ഗാസ പദ്ധതിയാണ്. പലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച് പ്രദേശം അമേരിക്കൻ നിയന്ത്രണത്തിനാക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം കടുത്ത വിമർശനവും ഉയർത്തിയിരുന്നു. ട്രംപിന്റെ ഗാസ പദ്ധതി നടപ്പിലാക്കിയാൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര പദ്ധതി ഇല്ലാതാകും. പലസ്തീൻ രാഷ്ട്രത്തിന്റെ പകുതിയോളം വരുന്ന ഗാസയെ അമേരിക്ക ഏറ്റെടുത്താൽ അടിസ്ഥാനപരമായി ഗാസ അമേരിക്കൻ കോളനിയായി മാറുകയും ചെയ്യും. യുദ്ധാവസാനത്തോടെ ഗാസയുടെ മുഴുവൻ പ്രദേശവും ഇസ്രയേലി സുരക്ഷാ നിയന്ത്രണത്തിലാകുമെന്നും ഹമാസ് പൂർണ്ണമായും പരാജയപ്പെടുമെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ യുദ്ധലക്ഷ്യം നേടിയെടുക്കാൻ ഇസ്രയേലിന് സംഘടിതമായ പദ്ധതി ഉണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് 3 മാസമായി തുടരുന്ന ഉപരോധം പിൻവലിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചിരുന്നു. എന്നാൽ കെരേം ഷാലോ ഇടനാഴി വരെ മാത്രമാണ് സഹായ ട്രക്കുകൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ട്രക്കുകളെ അതിർത്തിയിൽ നിന്നും പുറത്തു കടക്കാൻ അനുവദിക്കുന്നില്ലെന്നും UN വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞിരുന്നു. ട്രക്കുകളുടെ സഞ്ചാരത്തിനായി അനുവദിച്ച റോഡ് സുരക്ഷിതമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബെയ്റ്റ് ലാഹിയ, ജബലിയ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ വടക്കൻ ഗാസ മുനമ്പിലെ 14 പ്രദേശങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകി. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ സൈനിക നടപടി ശക്തമാക്കുകയാണെന്നാണ് സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ഗാസ മുനമ്പിൽ നിന്നും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച മിസൈൽ വ്യോമസേന തടഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇന്നലെ പുലർച്ചെ ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 51 പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി. ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേൽ സർക്കാർ ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നതും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു. വെസ്റ്റ് ബാങ്കിലെ ഏതൊരു കുടിയേറ്റത്തെയും ശക്തമായി എതിർക്കുന്നുവെന്നും ഇസ്രയേൽ സമാനമായ നിലപാട് തുടരുകയാണെങ്കിൽ ഉപരോധമടക്കമുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ഹമാസ് സംയുക്ത പ്രസ്താവനയെ സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾ അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്ന് ഹമാസ് അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രസ്താവന പുറത്തിറക്കിയ 3 രാജ്യങ്ങളെയും വിമർശിച്ച നെതന്യാഹു ഒക്ടോബർ 7 ആക്രമണത്തിന് ഹമാസിന് സമ്മാനം നൽകുകയാണെന്നും ആരോപിച്ചു. ഹമാസിനെതിരെ വിജയം നേടുകയാണ് തന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നിലപാടെന്ന് ആവർത്തിച്ച നെതന്യാഹു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിന്റെ നിലപാടിലേക്ക് മാറണമെന്നും അഭിപ്രായപ്പെട്ടു.
യുദ്ധക്കെടുതിയിൽ തകർന്ന ഗാസ മുനമ്പിലേക്ക് കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുണ്ടായി. അതിനിടെ 10 ആഴ്ച നീണ്ടുനിന്ന ഉപരോധത്തിനൊടുവിൽ ഗാസയിലേക്ക് ഇന്നലെ അവശ്യ വസ്തുക്കളുടെ 5 ട്രക്കുകൾ മാത്രമാണ് കടത്തിവിട്ടത്. പൂർണ്ണ ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് എത്തിയത് സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണെന്നും UN മാനുഷിക മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞിരുന്നു.